നാളെ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് അവസാനം വരെ കാണാൻ എല്ലാ കൂട്ടുകാരും ശ്രമിക്കുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് നേർവഴി. കേട്ടോ, നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്താണ്? സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് നേർവഴി പദ്ധതി. കേട്ടോ, അടുത്ത പോയിന്റ്, ലഹരി മരുന്ന് വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. കേട്ടോ, ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. അപ്പൊ എന്താണ്? ലഹരി മരുന്ന് വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ. ആദ്യത്തേത് സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് നേർവഴി. സ്കൂൾ വിദ്യാർത്ഥികളാണ്, നമുക്കറിയാം സ്കൂൾ വിദ്യാർത്ഥികളെയാണ് നേർവഴിയിലോട്ട് നടത്തേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ കണക്ട് ചെയ്ത് പഠിച്ചോണം. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് നേർവഴി. അതുപോലെ തന്നെ ലഹരി മരുന്ന് വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. അടുത്ത നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. തൃശൂർ ജില്ലയിലാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, തൃശൂർ. അടുത്ത പോയിന്റ്, സംസ്ഥാന സർക്കാർ വാഹനങ്ങൾക്കായി അവതരിപ്പിച്ച പുതിയ രജിസ്ട്രേഷൻ കോഡാണ് KL90. കേട്ടോ, KL90 എന്നാണ് ഉദ്ദേശിക്കുന്നത്. KL90 ആണ്. കേട്ടോ, പഠിച്ചു നോക്കുക. സംസ്ഥാനത്തെ സർക്കാർ വാഹനങ്ങൾക്കായി അവതരിപ്പിച്ച പുതിയ രജിസ്ട്രേഷൻ കോഡ് ഏതാണ്? KL90. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ്? KG ശങ്കരപിള്ളയാണ്. ഇമ്പോർട്ടന്റ്, പരീക്ഷയ്ക്ക് ചോദിക്കും. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ്? KG ശങ്കരപിള്ള. അടുത്ത പോയിന്റ്, 2025 49ാമത് വയലാർ പുരസ്കാര ജേതാവ് E. സന്തോഷ് കുമാർ. കൃതി തപോമയുടെ അച്ഛൻ ആണ്. കേട്ടോ, അപ്പൊ 2025 49ാമത് വയലാർ പുരസ്കാര ജേതാവാരാണ്? E. സന്തോഷ് കുമാർ. കൃതി ഏതാണ്? തപോമയുടെ അച്ഛൻ. 2025 കേരള ജ്യോതി പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? MR രാഘവ വാര്യർ ആണ്. കേട്ടോ, MR രാഘവ വാര്യർ ആണ്. വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ഉയർന്ന പുരസ്കാരമാണ് കേരള ജ്യോതി പുരസ്കാരം. 2025 കേരള ജ്യോതി പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? MR രാഘവ വാര്യർ. വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് കേരള ജ്യോതി പുരസ്കാരം 2025 ലഭിച്ചത്. MR വാര്യർ. അടുത്ത പോയിന്റ്, തൊഴിലുറപ്പ് പദ്ധതി ഇനി മുതൽ അറിയപ്പെടുന്ന പേരെന്താണ്? പരീക്ഷയ്ക്ക് ചോദിക്കാം. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ അഥവാ VBG റാംജി എന്നാണ് ഇനി മുതൽ അറിയപ്പെടുന്നത്. പഠിച്ചു നോക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. തൊഴിലുറപ്പ് പദ്ധതി ഇനി മുതൽ അറിയപ്പെടുന്ന പേരെന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ അഥവാ VBG റാംജി എന്നാണ് അറിയപ്പെടുന്നത്. 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? മോഹൻലാൽ ആണ്. കേട്ടോ, 2025 ഈ ഒരു പുരസ്കാരം പ്രഖ്യാപിച്ചത്. അപ്പൊ 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? മോഹൻലാൽ ആണ്. ഈ ഒരു പുരസ്കാരം കിട്ടുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ. കേട്ടോ, അപ്പൊ ആദ്യത്തെ മലയാളി ആരാന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അടൂർ ഗോപാലകൃഷ്ണനാണ്. അടുത്ത പോയിന്റ്, ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാര ജേതാവാരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണ്. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാര ജേതാവാരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. 2026 ISROയുടെ ആദ്യ വിക്ഷേപണം ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. PSLV C62 ആണ്. കേട്ടോ, PSLV C62 ആണ്. 2026 ജനുവരി 12 വിക്ഷേപണ തീയതി. പഠിച്ചു വെക്കുക. 2026 ISROയുടെ ആദ്യ വിക്ഷേപണം ഏതാണ്? PSLV C62. C62. അപ്പൊ എന്നാണ് വിക്ഷേപിച്ച തീയതി? 2026 ജനുവരി 12.
അടുത്ത പോയിന്റ്, കേരള സംസ്ഥാന രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത് എന്ന് മുതലാണ്? ജനുവരി 4-നാണ് കേട്ടോ. അപ്പൊ ഇനി പഠിച്ചു വെക്കണം. 2026 ജനുവരി 4-നാണ് പ്രഖ്യാപിച്ചത്. അപ്പൊ ജനുവരി ഇനി വരുന്ന വർഷങ്ങളെല്ലാം ജനുവരി 4 എന്താണ്? കേരള സംസ്ഥാന രജിസ്ട്രേഷൻ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പൊ പഠിച്ചു വെക്കുക, കേരള സംസ്ഥാന രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 4-ആണ് കേട്ടോ. ജനുവരി 4-ആണ്. സാമൂഹ്യ നീതി വകുപ്പിന്റെ 31 സേവനങ്ങൾ ഓൺലൈനായി അപേക്ഷിക്കാൻ കഴിയുന്ന പോർട്ടൽ ഏതാണ്? സുനിധി പോർട്ടലാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കും. സാമൂഹ്യ നീതി വകുപ്പിന്റെ 31 സേവനങ്ങൾ ഓൺലൈനായി അപേക്ഷിക്കാൻ കഴിയുന്ന പോർട്ടൽ ഏതാണ്? സുനിധി പോർട്ടൽ. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ആസം കേട്ടോ. പഠിച്ചു നോക്കുക. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ആസം. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചതാർക്കാണ്? എൽദോസ് പോളിനാണ് കേട്ടോ. എൽദോസ് പോളാണ്. എൽദോസ് പോള് ഇനം ഏതാണ്? കായിക ഇനം ട്രിപ്പിൾ ജമ്പ് ആണ്. അദ്ദേഹം നിലവിലെ ഇന്ത്യൻ നേവിയിലെ ഉദ്യോഗസ്ഥനാണ് എൽദോസ് പോൾ കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കുക. അതുപോലെ തന്നെ 2022 അർജുന അവാർഡ് ലഭിച്ചതും എൽദോസ് പോളിനാണ് കേട്ടോ. 2022 അർജുന അവാർഡും എൽദോസ് പോളിന് ലഭിച്ചു. അപ്പൊ പഠിച്ചു നോക്കുക. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചതാർക്കാണ്? എൽദോസ് പോളാണ്. കായിക ഇനം ഏതാണ്? ട്രിപ്പിൾ ജമ്പാണ്. എത്ര ദിവസത്തെ ബഹിരാകാശ വാസത്തിന് ശേഷമാണ് സുനിത വില്യംസും വിൽമോറും ഭൂമിയിൽ എത്തിയത്? 286 ദിവസത്തെയാണ്. 286. പരീക്ഷയ്ക്ക് ചോദിക്കാം. എത്ര ദിവസത്തെ ബഹിരാകാശ വാസത്തിന് ശേഷമാണ് സുനിത വില്യംസും വിൽമോറും ഭൂമിയിൽ എത്തിയത്? 286 ദിവസത്തെ വാസത്തിന് ശേഷമാണ്. അടുത്ത പോയിന്റ്, ഇപ്പോഴത്തെ ലോകബാങ്ക് പ്രസിഡന്റായ ഇന്ത്യൻ വംശജനാരാണ്? അജയ് ബംഗയാണ് കേട്ടോ. അജയ് ബംഗ. ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആയ ഇന്ത്യൻ വംശജനാരാണ്? അജയ് ബംഗ. 2025 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടിയായി തിരഞ്ഞെടുത്ത ആരെയാണ്? ഷംല ഹംസയാണ് കേട്ടോ. ഷംല ഹംസയാണ്. ചിത്രം ഫെമിനിച്ചി ഫാത്തിമയാണ് കേട്ടോ. ഫെമിനിച്ചി ഫാത്തിമ. ഇപ്പൊ 2025 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടി ഷംല ഹംസയാണ്. ചിത്രം ഫെമിനിച്ചി ഫാത്തിമയാണ്. മികച്ച നടൻ പഠിച്ചു വെക്കുക, മമ്മൂട്ടിയാണ്. മികച്ച നടൻ മമ്മൂട്ടിയാണ്. ചിത്രം ഭ്രമയുഗമാണ്. മികച്ച സംവിധായകൻ ആരാണ്? പി ചിദംബരമാണ്. ചിത്രം മഞ്ഞുമൽ ബോയ്സ് ആണ്. അതുപോലെ തന്നെ മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ് ആണ് വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ആണ്. അതുപോലെ തന്നെ മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമയാണ് കേട്ടോ. ഫാസിൽ മുഹമ്മദ് ആണ് അതിന്റെ ഡയറക്ടറായിട്ട് വരുന്നത്. ക്ലിയർ ആണ്. അടുത്ത പോയിന്റ്, 2025 ബുക്കർ സമ്മാനം ലഭിച്ചതാർക്കാണ്? ഡേവിഡ് സാലയ്ക്കാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കുവേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2025 ബുക്കർ സമ്മാനം ലഭിച്ചതാർക്കാണ്? ഡേവിഡ് സാലെ. കൃതി ഏതാണ്? ഫ്ലഷ് എന്ന് പറഞ്ഞ കൃതിയാണ്. ഈ ഡേവിഡ് സാലെ ഹംഗേറിയൻ എഴുത്തുകാരനാണ് കേട്ടോ. ഹംഗേറിയൻ എഴുത്തുകാരനാണ് ഡേവിഡ് സാലെ. അടുത്ത പോയിന്റ്, അവയവദാനത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് കെ-സോട്ടോ. അവയവദാനത്തിന് നോട്ട് ചെയ്തോണേ. അവയവദാനത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് കെ-സോട്ടോ. 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് നമ്മുടെ കോട്ടക്കൽ നഗരസഭ. പഠിച്ചു വെക്കണേ. അപ്പൊ 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ്? കോട്ടക്കൽ നഗരസഭ. 2026 G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? മിയാമി, അമേരിക്ക. അമേരിക്കയിലെ മിയാമിയാണ് കേട്ടോ. അപ്പൊ 2026 G20 ഉച്ചകോടി വേദി മിയാമി, അമേരിക്ക. അതുപോലെ തന്നെ ഇതിനോട് തന്നെ പറയുമ്പോൾ നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ വേണ്ടിയുള്ള ഡെയിലി ക്ലാസ് ആണ് കറണ്ട് അഫയേഴ്സിന് വരുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ആണ്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 തൊട്ട് 8:30 വരെയാണ് നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് വരുന്നത്. ആ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡർ സെക്ഷൻ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. ആ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ നമ്മൾ PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റിവിഷൻ ഓറിയന്റഡ് ക്ലാസ്സസ് ആയിരിക്കും വരുന്നത്. 6 മാസമാണ് വാലിഡിറ്റി വരുന്നത്. വേറെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപയുണ്ട്. നിങ്ങളൊരു ബിരിയാണി കഴിച്ചു കഴിയുന്ന പൈസ മാത്രമേ വരുന്നുള്ളൂ. വെറും 200 രൂപ. ആ 200 രൂപയ്ക്ക് നിങ്ങൾക്ക് 6 മാസത്തേക്ക് കറണ്ട് അഫയേഴ്സ് പക്കയാക്കി വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസണൽ ഓഫീസറുടെ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും റെക്കോർഡർ ക്ലാസ് ആണ്. ലൈവ് പ്ലസ് റെക്കോർഡർ ക്ലാസ്സസ്, PDF നോട്ട്സ്, SCRT ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, PYQ ഡിസ്കഷൻസ്, എക്സാം ഓറിയന്റഡ് ക്ലാസ് ആയിരിക്കും. ഇതിൽ നമ്മൾ എല്ലാ സബ്ജക്റ്റുകളും എടുക്കുന്നുണ്ട്. അതായത് ഹോട്ട് ടോപ്പിക്സ്, GK പാർട്ടിലെ ഹോട്ട് ടോപ്പിക്സ്, സ്പെഷ്യൽ ടോപ്പിക്സ്, കറണ്ട് അഫയേഴ്സ് അടങ്ങുന്ന ക്ലാസ്
ആയിരിക്കും. ഞാൻ മാത്രമല്ല മറ്റ് അധ്യാപകരോടാണ് ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഈ ഒരു ക്രാഷ് കോഴ്സിന്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് വെറും 600 രൂപയാണ് കോഴ്സ് ഫീ ആയിട്ട് വരുന്നത്. ഇതും ഈ ഒരു സെയിം നമ്പറിലോട്ട് തന്നെ വാട്സ്ആപ്പ് ചെയ്താൽ മതി. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ചിലും അസിസ്റ്റന്റ് പ്രൊഫസർ ക്രാഷ് കോഴ്സ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ പിടികൂടുന്നതിനായി 2026 ജനുവരിയിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് കേട്ടോ. അപ്പൊ എന്താണ്? വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ പിടിക്കുന്നതിനായി 2026 ജനുവരിയിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. അടുത്ത പോയിന്റ്, ഗവർണറുടെ ഔദ്യോഗിക വസതി ഇനി മുതൽ അറിയപ്പെടുന്ന പേരെന്താണ്? ലോക് ഭവൻ കേട്ടോ, പഠിച്ചു വെക്കണേ. ഗവർണറുടെ ഔദ്യോഗിക വസതി ഇനി മുതൽ അറിയപ്പെടുന്ന പേരെന്താണ്? ലോക് ഭവൻ, ലോക് ഭവൻ. അടുത്ത പോയിന്റ്, പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പുതിയ പേര്, അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അടങ്ങുന്ന പുതിയ സമുച്ചയത്തിന്റെ പേരാണ് സേവാ തീർത്ത് കേട്ടോ, സേവാ തീർത്ത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പുതിയ പേരാണ് സേവാ തീർത്ത്. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച തീയതി പരീക്ഷയ്ക്ക് ചോദിക്കാം. 2025 നവംബർ 1 നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച തീയതി എന്നാണ് 2025 നവംബർ 1. 2026 നടക്കുന്ന അന്താരാഷ്ട്ര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. പഠിച്ചു വെക്കുക. 2026 നടക്കുന്ന അന്താരാഷ്ട്ര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി അഥവാ AI ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ്. സംസ്ഥാന സർക്കാരിന്റെ 2026 ഹരിവരാസന പുരസ്കാര ജേതാവാരാണ്? തിരുവിഴ ജയശങ്കർ ആണ്. ഇദ്ദേഹം നാദസ്വര വിദ്വാനാണ് കേട്ടോ. പഠിച്ചു നോക്കണം. സംസ്ഥാന സർക്കാരിന്റെ 2026 ഹരിവരാസന പുരസ്കാര ജേതാവ് തിരുവിഴ ജയശങ്കർ ആണ്. ഇദ്ദേഹം നാദസ്വര വിദ്വാനാണ്. അതുപോലെ തന്നെ 2025 ഹരിവരാസന പുരസ്കാര ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. അടുത്ത പോയിന്റ് നോക്കാം. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ക്ലാസ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അടുത്ത പോയിന്റ്, KSRTCയുടെ ഗുഡ് വിൽ അംബാസിഡറായി നിയമിതനായ വ്യക്തി ആരാണ്? മോഹൻലാലാണ് കേട്ടോ. സിനിമാ താരം മോഹൻലാലാണ്. അപ്പൊ KSRTCയുടെ ഗുഡ് വിൽ അംബാസിഡറായി നിയമിതനായ വ്യക്തി ആരാണ്? മോഹൻലാൽ. കേരള സർക്കാർ 2025 തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി എന്താണ്? ക്യാൻസർ ബോധവൽക്കരണ പദ്ധതിയാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഇനി റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ എന്താണ്? കേരള സർക്കാർ 2025 തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി എന്താണ്? ക്യാൻസർ ബോധവൽക്കരണ പദ്ധതിയാണ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ വിയ്യപുരം ചുണ്ടൻ. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ആരാണ്? വിയ്യപുരം ചുണ്ടൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ്? 2025 മെയ് 2 കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ എന്താണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ്? 2025 മെയ് 2. പൂർണ്ണമായും ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. എന്താണ്? പൂർണ്ണമായും ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. 2025 നവംബറിൽ പൂർണ്ണ തോതിലുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് അഥവാ ICP പദവി അനുവദിച്ച കേരളത്തിലെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. പരീക്ഷയ്ക്ക് ചോദിക്കാമേ. അപ്പൊ എന്താണ്? 2025 നവംബറിൽ പൂർണ്ണ തോതിലുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി അനുവദിച്ച കേരളത്തിലെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റിസ് സൗമൻ സെൻ കേട്ടോ. അപ്പൊ നിലവിലെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. 2024 ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം നേടിയതാരാണ്? കൊനേരു ഹംപിയാണ് കേട്ടോ. 2024 ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം നേടിയതാരാണ്? കൊനേരു ഹംപിയാണ്.
അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റായാണ് 2025 ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റത്? 47ാമത്തെ പ്രസിഡന്റാണ് കേട്ടോ. അപ്പൊ എന്താണ്, അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റായാണ് 2025 ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റത്? 47ാമത്തെ പ്രസിഡന്റായിട്ടാണ്. ബ്രിക്സ് രാജ്യാന്തര കൂട്ടായ്മയിൽ അംഗമായ ആദ്യത്തെ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ് കേട്ടോ. ബ്രിക്സ് രാജ്യാന്തര കൂട്ടായ്മയിൽ അംഗമായ ആദ്യത്തെ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. 2025നും 2039നും ഇടയിൽ ജനിക്കുന്ന കുട്ടികളെ വിശേഷിപ്പിക്കാനുള്ള പദം ഏതാണ്? ബീറ്റ കേട്ടോ. ബീറ്റ. 2025നും 2039നും ഇടയിൽ ജനിക്കുന്ന കുട്ടികളെ വിശേഷിപ്പിക്കാനുള്ള പദം എന്താണ്? ബീറ്റ. നമ്മൾ ജെൻസി, ജെന്നിസെഡ്, ആൽഫ എന്ന് പറയുന്ന പോലെയാണ് ബീറ്റ കേട്ടോ. അടുത്തത്, ബഹിരാകാശത്ത് ഉപഗ്രഹത്തിനുള്ളിൽ പയർവിത്ത് മുളപ്പിച്ച ബഹിരാകാശ ഏജൻസി ഏതാണ്? ISRO ആണ് കേട്ടോ. ബഹിരാകാശത്ത് ഉപഗ്രഹത്തിനുള്ളിൽ പയർവിത്ത് മുളപ്പിച്ച ബഹിരാകാശ ഏജൻസി ഏതാണ്? ISRO. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? V നാരായണനാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. അപ്പം നിലവിലെ ISRO ചെയർമാൻ ആരാണ്? V നാരായണൻ. 2025 ജനുവരിയിൽ കമ്മീഷൻ ചെയ്ത INS സൂറത്ത് ചുവടെ പറയുന്ന പോലെ ഏത് ദിനമാണെന്നാണ് ചോദിച്ചത്? യുദ്ധക്കപ്പലാണ് കേട്ടോ. അപ്പൊ 2025 ജനുവരിയിൽ കമ്മീഷൻ ചെയ്ത INS സൂറത്ത് എന്താണ്? യുദ്ധക്കപ്പലാണ് കേട്ടോ. യുദ്ധക്കപ്പലാണ്. പ്രഥമ ഖോ ലോകകപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ കിരീടം നേടിയ രാജ്യം നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. പ്രഥമ ഖോ ലോകകപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാരാണ്? സുനിത വില്യംസ് ആണ് കേട്ടോ. അപ്പം ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാരാണ്? സുനിത വില്യംസ് ആണ്. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ് കേട്ടോ. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ്. അതുപോലെ തന്നെ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? രാജ്കുമാർ ഗോയൽ ആണ്. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? രാജ്കുമാർ ഗോയൽ ആണ്. രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. ഡൽഹിയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? രേഖാ ഗുപ്തയാണ്. ഡൽഹിയുടെ നിലവിലെ മുഖ്യമന്ത്രി രേഖാ ഗുപ്തയാണ്. 2025 അണ്ടർ-19 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ ജേതാക്കള് ഇന്ത്യയാണ് കേട്ടോ. ഇപ്പൊ 2025 അണ്ടർ-19 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. അതുപോലെ തന്നെ 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന്റെ കിരീടം നേടിയതാരാണ്? ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയതാരാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയുടെ പ്രഥമ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടമാണ് ഇന്ത്യ 2025 നേടിയത്. ആ നേടിയ ടീമിലെ ക്യാപ്റ്റൻ ആരാന്ന് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുകയാണ്. ഹർമൻ പ്രീത് കൗർ ആണ് കേട്ടോ. വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ് ഹർമൻ പ്രീത് കൗർ. അതുപോലെ തന്നെ 2025 ദേശീയ ഗെയിംസ് നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരാഖണ്ഡിൽ വെച്ചാണ് 2025 ദേശീയ ഗെയിംസ് നടന്നത്. 2025 ദേശീയ ഗെയിംസിലെ ചാമ്പ്യന്മാരാണ്? സർവീസസ് ആണ് ചാമ്പ്യന്മാരായിട്ട് വരുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ് വരുന്നത്. അപ്പം നാളെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഒന്ന് റിപ്പീറ്റ് ചെയ്തൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് 2026 എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നടന്ന പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് വീഡിയോസ് ഇട്ടിരുന്നു. അതൊക്കെ ഒന്ന് മാക്സിമം നാളത്തെ പരീക്ഷയ്ക്ക് മുമ്പ് ഒന്ന് കാണാൻ ശ്രമിക്കും. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് നമ്മുടെ ക്ലാസ്സിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നതാണ് ഈ കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇത്രയുമാണ് പറയാനുള്ളത്. അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടുന്ന ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഈ ക്ലാസ്സിൽ നിന്ന് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പുതിയൊരു ക്ലാസ്സും പുതിയൊരു വീഡിയോയുമായിട്ടൊക്കെ ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു.